സുപ്രഭാതം. പ്രതീക്ഷയുടെ പുതുവെളിച്ചവുമായി ഈ മനോഹരമായ പ്രഭാതത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ മോർണിംഗ് മന്ത്രയിലൂടെ നമുക്ക് ഒരു നല്ല ചിന്തയോടെ ഈ ദിവസം ആരംഭിക്കാം. ഒരു ദിവസം ഞാൻ പഴയ ഫോട്ടോകൾ നോക്കുകയായിരുന്നു. ഒരു ചിത്രത്തിൽ ഒരു വലിയ സുഹൃത്ത് വലയം. എല്ലാവരും ചിരിക്കുന്നു, തോളിൽ കൈയിട്ട് നിൽക്കുന്നു. ആ നിമിഷം നോക്കുമ്പോൾ തോന്നും ഈ ബന്ധങ്ങൾ ഒരിക്കലും മാറില്ലെന്ന്. പക്ഷെ ആ ചിത്രത്തിലെ ചിലരുമായി ഇന്ന് യാതൊരു ബന്ധവുമില്ല. ചിലർ ഇപ്പോഴും അടുത്തുണ്ട്, ചിലർ ദൂരെയായി, ചിലർ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും മറഞ്ഞുപോയി. ആ ഫോട്ടോ നോക്കിയപ്പോൾ ഒരു ചിന്ത മനസ്സിൽ വന്നു. ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്ന ആളുകൾ പിന്നീട് നമ്മുടെ ജീവിതത്തിലെ ഒരു ഓർമ്മ മാത്രമായി മാറാം. ജീവിതത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള കാര്യം മാറ്റമാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ നമുക്ക് അത് അംഗീകരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് മനുഷ്യബന്ധങ്ങളുടെ കാര്യത്തിലാണ്. ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തുന്നവർ നാളെ നമ്മളെ മാറ്റി നിർത്തിയേക്കാം. ഇന്ന് നമ്മളില്ലാതെ ഒരു ദിവസം പോലും സങ്കല്പിക്കാൻ കഴിയാത്തവർ നാളെ നമ്മളെ അന്വേഷിക്കാതെ ഇരിക്കാം. ഇത് കേൾക്കുമ്പോൾ വേദന തോന്നാം. പക്ഷേ ഇത് ജീവിതത്തിൻ്റെ ഒരു സ്വാഭാവിക സത്യമാണ്. കാരണം മനുഷ്യർ മാറുന്നു, അവരുടെ സാഹചര്യങ്ങൾ മാറുന്നു, അവരുടെ ആവശ്യങ്ങൾ മാറുന്നു, അവരുടെ സ്വപ്നങ്ങളും മുൻഗണനകളും മാറുന്നു. അതോടൊപ്പം അവരുടെ ജീവിതത്തിലെ ആളുകളുടെ സ്ഥാനവും മാറുന്നു. ഒരു റെയിൽവേ സ്റ്റേഷൻ ചിന്തിച്ചു നോക്കൂ. ഒരു ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഓരോ സ്റ്റേഷനിലും ചിലർ കയറുന്നു, ചിലർ ഇറങ്ങുന്നു. ചിലർ കുറച്ചു ദൂരം മാത്രമേ നമ്മോടൊപ്പം യാത്ര ചെയ്യൂ, ചിലർ ദീർഘദൂരം സഞ്ചരിക്കും. പക്ഷേ എല്ലാവരും അവസാന സ്റ്റേഷൻ വരെ ഉണ്ടാകാറില്ല. ജീവിതവും അങ്ങനെ തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഒരു തെറ്റ് ചെയ്യുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ലഭിച്ച സ്നേഹവും പരിഗണനയും എന്നേക്കുമായി തുടരുമെന്ന് കരുതുന്നു. പക്ഷേ സമയം ഒരു ശില്പിയാണ്. അത് മനുഷ്യരെയും ബന്ധങ്ങളെയും നിരന്തരം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രധാന പാഠമുണ്ട്. മറ്റൊരാളുടെ മുൻഗണന മാറുമ്പോൾ നമ്മുടെ മൂല്യം കുറയുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു പുസ്തകം ലൈബ്രറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായിരിക്കാം. പക്ഷേ ഒരാൾ ഇന്ന് മറ്റൊരു പുസ്തകം വായിക്കാൻ തിരഞ്ഞെടുക്കുന്നു എന്നതുകൊണ്ട് ആദ്യത്തെ പുസ്തകത്തിൻ്റെ മൂല്യം ഇല്ലാതാകുന്നില്ല. അതുപോലെ തന്നെ ഒരാളുടെ ജീവിതത്തിൽ നമ്മുടെ സ്ഥാനം മാറിയാൽ അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിനോ മൂല്യത്തിനോ കുറവൊന്നും സംഭവിക്കുന്നില്ല. അത് പലപ്പോഴും അവരുടെ യാത്രയുടെ മാറ്റമാണ്, നമ്മുടെ വിലയുടെ കുറവല്ല. നമ്മുടെ വേദനയുടെ വലിയൊരു ഭാഗം മാറ്റങ്ങളിൽ നിന്നല്ല വരുന്നത്. മാറ്റങ്ങൾ സംഭവിക്കരുത് എന്ന നമ്മുടെ പ്രതീക്ഷയിൽ നിന്നാണ് വരുന്നത്. നദിയെ നോക്കൂ, അത് ഒഴുകുന്നു. ഓരോ നിമിഷവും വെള്ളം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നദി അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുത്തുന്നില്ല. ജീവിതത്തിലും ബന്ധങ്ങളിലും സംഭവിക്കുന്ന മാറ്റങ്ങളെ അതേപോലെ കാണാൻ കഴിഞ്ഞാൽ നഷ്ടങ്ങൾ കുറച്ച് വേദനിപ്പിക്കും. ഇന്ന് നിങ്ങളെ ഞാനൊരു ചിന്തയിലേക്ക് ക്ഷണിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ വളരെ പ്രധാനപ്പെട്ടിരുന്ന ആരെയെങ്കിലും ഓർക്കൂ. അവർ ഇന്ന് പഴയ പോലെ ഇല്ലായിരിക്കാം. ഒരുപക്ഷെ അവരുടെ മുൻഗണനകൾ മാറിയിരിക്കാം. അവരുടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് പോയിരിക്കാം. അതിൽ കുറ്റക്കാരെ തേടേണ്ടതില്ല. കാരണം കാലം കടന്നു പോകുമ്പോൾ മനുഷ്യർ മാറും, ബന്ധങ്ങൾ മാറും, സ്ഥാനങ്ങൾ മാറും. പക്ഷെ ഒരു കാര്യം മാത്രം നമ്മുടെ കയ്യിലുണ്ട്. ആ മാറ്റങ്ങളെ കയ്പില്ലാതെ സ്വീകരിക്കുവാനുള്ള പക്വത. കാരണം ജീവിതത്തിൻ്റെ സൗന്ദര്യം എല്ലാവരും എന്നും നമ്മോടൊപ്പം നിൽക്കുന്നതിലല്ല, നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും സാന്നിധ്യത്തെ നന്ദിയോടെ ഓർക്കുന്നതിലാണ്. ചിലർ നമ്മുടെ ജീവിതത്തിൽ ഒരു അധ്യായം മാത്രമായിരിക്കും, ചിലർ ഒരു പുസ്തകം മുഴുവൻ. പക്ഷെ ആരായാലും അവർ വന്ന കാലത്ത് അവർ നൽകിയ അർത്ഥം നിഷേധിക്കാനാവില്ല. അതാണ് ബന്ധങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം. ഇന്നത്തെ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഒരു നല്ല മാറ്റത്തിൻ്റെ വിത്തായി മാറട്ടെ. സന്തോഷവും സമാധാനവും വിജയവും നിറഞ്ഞ ഒരു മനോഹര ദിനം ആശംസിക്കുന്നു. നന്ദി.